ഫസ്റ്റ് ഡേ ഓൾമോസ്റ്റ് കളയാനുള്ളത് ഫുൾ നമ്മൾ കളഞ്ഞു. ഓൾമോസ്റ്റ് അല്ല, കളയാനുള്ളത് ഫുള്ള് നമ്മൾ കളഞ്ഞു. ഇനിയുള്ളത് ഈ കുറച്ച് ഗാർബേജ് ഉണ്ട്, ഫുഡിൻ്റെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളതുണ്ടല്ലോ, അതേ ഉള്ളൂ. കണ്ടില്ലേ, ഇതാണ് നമുക്ക് നാളെയാണ് പാല് കാച്ചൽ. ഇന്ന് നമ്മൾ ലാസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളായതൊക്കെ. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് 2-3 ദിവസം ടൈമല്ല കിട്ടിയുള്ളൂ ഇതിനെല്ലാം കൂടെ ആയിട്ട്. നമുക്ക് ലാസ്റ്റ് മൊമെൻറ്റിലായിരുന്നു കേ കിട്ടിയത്. അങ്ങനെയൊക്കെ ഇവിടുത്തെ ഒരു രീതി അങ്ങനെയൊക്കെയാണല്ലോ. ഈ കിടക്കുന്ന മുഴുവനും ക്ലിയർ ചെയ്തിട്ട് വേണം നാളെ രാവിലെ 9 മണിക്ക് നമുക്ക് പാല് കാച്ചാനായിട്ട്. നമ്മൾ ഇവരൊക്കെ ഹെൽപ്പ് ഉണ്ടെങ്കിലും നമ്മുടെ സാധനങ്ങളൊക്കെ എല്ലാം നമ്മൾ തന്നെ എല്ലാം അറേഞ്ച് ചെയ്യൊക്കെ വേണ്ടേ. എന്തായാലും അതെല്ലാം കഴിഞ്ഞു. ഞാൻ ഒരുപാടൊന്നും ചെയ്തില്ല. എൻ്റെ കെട്ടിയൻ പാവം പ്രശേട്ടൻ എല്ലാം ചെയ്തു. ഇതൊക്കെ പറക്കി വെക്കുന്ന ഇടയ്ക്ക് കാലൊന്നും ചെറുതായിട്ട് ഇതായിട്ട് സ്പ്രെയിനായി, ആങ്കിൾ സ്പ്രെയിനൊക്കെ ആയി. ഭയങ്കര പെയിനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ തൊട്ടപ്പുറത്ത് ഇവരെല്ലാം ഉണ്ടായിരുന്ന കാരണം നമ്മൾ പിന്നെ വൈകുന്നേരം തന്നെ, കാരണം നാളെ രാവിലെ പാല് കാച്ചി കയറണം. അപ്പോൾ അതുകൊണ്ട് ഈവനിങ്ങിൽ അപ്പുറത്തുനിന്ന് അവരെയും കൂടെ വിളിച്ചിട്ട് ഞങ്ങളെല്ലാവരും സുധീരേട്ടൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. സുധീരേട്ടൻ എത്തി. ഞങ്ങൾ ബാക്കി എല്ലാവരും കൂടെ ചേർന്ന്, സത്യം പറഞ്ഞാൽ ബാക്കി എന്ന് പറയാൻ എല്ലാം എന്താ ഇതിൽ നിന്ന് ഇറക്കി വെക്കാൻ നമ്മൾ ഇങ്ങനെ ചെയിൻ പോലെ നിന്നൊക്കെ എടുത്തൊക്കെ വെച്ചു. അതൊക്കെ നല്ല രസമായിരുന്നു, നല്ല നല്ല മൊമെൻറ്റ്സ്. പിന്നെ ഇതാണ് അപ്പുറത്തെ വിനീതിൻ്റെ സിസ്റ്റർ, ഇതാണ് വിനീതിൻ്റെ വൈഫ്. വിനീതിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവിടെയൊക്കെ എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു, പാവം. അപ്പോൾ ഇതാണ് വിനീത്. അപ്പോൾ എന്തായാലും നമ്മൾ കണ്ടില്ലേ, ഗരാജൊക്കെ ഇതാണ് കോലം. ഇനിയിപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോസ് അടുത്തത് കൊണ്ടുവരണം. നാളെ രാവിലെ പാല് കാച്ചണം. എനിക്ക് നല്ല ടെൻഷനുണ്ട്. പാല് കാച്ചാനുള്ള പാത്രങ്ങളും സാധനങ്ങളൊക്കെ വാങ്ങിയത് നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു കാണുമല്ലോ. അപ്പോൾ ബാക്കി ഇനിയിപ്പം ഇന്ന് രാത്രി നമ്മൾ മേഴ്സി ആൻറ്റിയുടെ ഇറക്കങ്ങളിലെ വീട്ടിലാട്ടോ നിൽക്കുന്നത്. കാരണം നമുക്ക് ഇന്നെല്ലാം എംപ്റ്റി ചെയ്ത് ഇറങ്ങണം. അപ്പോൾ ഇനി അതിൻ്റെ വീഡിയോസൊക്കെ പോയിട്ടൊന്ന് എടുക്കണം. ആൻഡ് എനിക്ക് മേക്ക് ഷുവർ ചെയ്യണം വീടെല്ലാം ക്ലീൻ ആയിരുന്നു എന്ന്. കാരണം നാളെ ഒരു കംപ്ലയിൻറ്റ് കേൾക്കാൻ താല്പര്യമില്ല. പിന്നെ ഈ ഒരു 4 years അവിടെ നിന്നപ്പോൾ നമ്മളെക്കുറിച്ച് ഒരു മോശം അഭിപ്രായവും പറയിക്കേണ്ട വന്നിട്ടില്ല. അവർ ലാൻഡ് ലോഡ്സ് അവർ വളരെ എന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം വീട് പോലെ എപ്പോഴും കീപ്പ് ചെയ്ത് വരുന്നു ആ വീട്. കാർത്തിമോനായാലും വരെ ഇങ്ങനെ കുരുത്തക്കേടും ഭിത്തിയിൽ വരയ്ക്കലും അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒക്കെ എല്ലാം നല്ല രീതിയിൽ തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി. പിന്നെ വളരെ നല്ല ആൾക്കാരായിരുന്നു അവരും. അപ്പോൾ ഇനി നമുക്ക് പോയിട്ട് ഒട്ടും സമയമില്ല, ഒന്നിനും കളയാൻ സമയമില്ല. ഈ നിൽക്കുന്നവരൊക്കെ ഭക്ഷണമൊക്കെ കഴിക്കാതെ നമ്മുടെ കൂടെ നിന്ന് എല്ലാം ഹെൽപ്പ് ചെയ്യുന്നവരാണ്. അപ്പോൾ രാത്രി വ്യൂ നല്ല രസമുണ്ടല്ലേ. നാളെ തൊട്ട് നമ്മൾ എവിടെയാണ് താമസിക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഇനിയും ചെന്നിട്ട് സാരി ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ആൻറ്റി എനിക്ക് സാരിയെല്ലാം ഉടുപ്പിച്ച് തരും. അതുകൊണ്ട് അത് പിന്നെ പ്രശ്നമില്ല. കാരണം ഞാൻ തന്നെ ആ സാരി ഉടുക്കുന്നെങ്കിൽ എനിക്കതൊക്കെ നേരത്തെ പിൻ ചെയ്ത് ഒരുപാട് പിന്നൊക്കെ ആക്കി വെച്ചിട്ട് വേണം. അപ്പം ഞാനും ബാക്കി എല്ലാവരും കൂടെ, ഞാൻ അങ്കിള്, മറ്റേ വിനീത്, ആഞ്ചല, ഞങ്ങളെല്ലാവരും കൂടെ വീട്ടിലോട്ട് പോരുന്നു. അപ്പോൾ ബാക്കി വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ടാറ്റ, ബൈ, സീ യു.